പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അഭിവന്യ മെത്രാപ്പോലീത്തമാരെ, മെത്രാന്മാരെ, വൈദികരെ അഥവാ സഭയിലെ അജപാലകരെ, മാപ്പാപ്പയെ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കാൻ പോകരുത് എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾക്ക് ഒരു ഉപദേശം തരുവാൻ ഞാൻ ആരുമല്ല. എങ്കിലും ഏറെ പ്രാർത്ഥിച്ച്, അതും ദിവസക്രാരുടെ മുമ്പിൽ പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 6 മാസമായിട്ട് ഏറെ ആളുകളെ കണ്ടു. ധ്യാനങ്ങളിലൂടെ, എന്നെ കാണാൻ വരുന്നവരിലൂടെ ഞാൻ കാണുന്നത് എല്ലാവർക്കും സഭാധികാരികളോട്, അജപാലകരോട് വെറുപ്പാണ്, അകൽച്ചയാണ്. ഞങ്ങൾക്കവരെ വേണ്ട എന്ന ഒരു ചിന്താഗതിയാണ്. ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു, ഇതിനൊക്കെ എന്ത് കാരണം. അടുത്ത ഒരു കാലത്ത് ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞു, സഭയുടെ ഭരണം ഇനി അൽമേനികളെ ഏൽപ്പിക്കണമെന്ന്. അടുത്തൊരു നാളിൽ നമുക്കറിയാം, എലക്ഷൻ നടന്നു. അത് കഴിഞ്ഞ് വലിയ തർക്കങ്ങൾ, രാഷ്ട്രീയത്തിൽ മെത്രാന്മാർ ഇടപെട്ടുവെന്ന്. അതിനുശേഷം ഞാൻ നോക്കിയായിരുന്നു, അത് ചിലതൊക്കെ കേൾക്കുകയായിരുന്നു. അവർ അടുത്തൊരു കാലത്ത് മെത്രാന്മാരുടെ പല ഇടയലേഖനങ്ങൾ അഥവാ ആളുകൾക്കുള്ള ചില വീഡിയോകൾ വളരെ കുറച്ചു പേര് അത് കേൾക്കാറുള്ളൂ. അതേസമയം വചനപ്രഘോഷകർ, അൽമേനികളോ വൈദികരോ പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നു, കാണുന്നു. എന്നാൽ വൈദിക മേലധ്യക്ഷന്മാരുടേത് വളരെ കുറച്ചു പേരെ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ അടിക്കുറിപ്പുകൾ ഞാൻ എപ്പോഴും നോക്കും. ഭയങ്കര കടുത്ത മേലധികാരുടെ വിരോധവും എല്ലാവിധ ചീത്ത വർത്തമാനങ്ങളും, കായും പൂവും ചായയൊക്കെ കൂട്ടി, നിങ്ങളാണ് സഭയിൽ, നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ. ഞാൻ ആ വാക്കുകളൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുകയായിരുന്നു. അതിന് കാരണം നമുക്കറിയാം, ഇന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ സഭയ്ക്കും സഭാധികാരികൾക്കുമെതിരായി ഒരു വലിയ പ്രവണത ഈ ലോകത്തിൽ ഉണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ഇതൊക്കെ സംഭവിക്കുവാൻ കാരണം, ഒരു നാളിൽ മെത്രാന്മാർ, വൈദികർ തലപൊക്കി നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരെ കണ്ടാൽ അക്രൈസ്തവർ പോലും സ്തുതി ചെല്ലുമായിരുന്നു, മുണ്ട് താത്തിട്ട് നമസ്കരിക്കുമായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് മാറി ഇന്ന് സ്വന്തം ജനങ്ങൾ അവരെ വെറുക്കുന്നു. എനിക്ക് വയസ്സ് 80. എൻ്റെ കുട്ടിക്കാലം മുതൽ സഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏറെയേറെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ആളുകൾ അതൊക്കെ ക്ഷമിച്ചു. ഉദാഹരണമായിട്ട് വലിയൊരു കേസായിരുന്നു മറിയക്കുട്ടി കേസ്. അന്ന് എത്രയോ സിനിമകൾ, ഓട്ടംതുള്ളൽ, കലാപ്രസംഗം, സിനിമകൾ ഒക്കെ ഇറങ്ങി. എന്നാലും സഭയോട് ക്ഷമിച്ച്, വൈദികരോട് ക്ഷമിച്ച് ആളുകൾ മുന്നോട്ട് പോയി. അതിനുശേഷം പല വൈദികരുടെ, സന്യസ്തരുടെ, അതുപോലെ തന്നെ മെത്രാന്മാർ തന്നെ സ്ഥാനത്യാഗം ചെയ്തു, ദുഷ്പേര് കൽപ്പിച്ചു, ഒരു പക്ഷേ വിവാഹം കഴിച്ചു പോയി. അങ്ങനെ ഏറെയേറെ കാര്യങ്ങൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അതെല്ലാം ജനങ്ങൾ അത് ക്ഷമിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് ക്ഷമിക്കാൻ മേലാത്ത ഒരു തിന്മയാണ് ഇന്ന് സംഭവിക്കുന്നത്. അതായത് വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം. ജനങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നു. നമുക്കറിയാം, 2 തരത്തിലുള്ള പാപങ്ങൾ ഉണ്ട്. അത് ദൈവത്തിനും മനുഷ്യനും ക്ഷമിക്കാൻ ബുദ്ധിമുട്ട്. ഒന്ന് ഇംഗ്ലീഷിൽ പറയും സിൻ ഓഫ് മാലിസ്, മനഃപൂർവമായിട്ടുള്ള പാപം. 2 സിൻ ഓഫ് വീക്ക്നെസ്, ബലഹീനതയുടെ പാപം. ബലഹീനതയുടെ പാപം
ദൈവവും എളുപ്പം ക്ഷമിക്കും, ജനങ്ങളും ക്ഷമിക്കും. എന്നാൽ കരുതിക്കൂട്ടി മനഃപൂർവ്വമായിട്ട് കഠിനഹൃദയമായിട്ട് വച്ചുകൊണ്ടിരിക്കുന്ന പാപം ഇരുകൂട്ടർക്കും, ദൈവത്തിനും മനുഷ്യനും ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതിലൊന്നാണ് വിശുദ്ധ കുർബാനയ്ക്ക് എതിരായിട്ടുള്ള ഈ അവഹേളനം. നമ്മുടെ ജനങ്ങൾ, കേരളത്തിൽ പ്രത്യേകിച്ച്, ജീവന്റെ സ്രോതസ്സായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ശക്തിയും കൃപയും കണ്ടെത്തിയത് വിശുദ്ധ കുർബാനയിലാണ്. ബലി സമർപ്പണ സമയം വിശുദ്ധ സഖായുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ച് ഒക്കെ ഇത് നമ്മുടെ പാരമ്പര്യം ആണ്. നമ്മുടെ പിതാക്കന്മാർ കൊടുത്ത ആ പാരമ്പര്യം ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു വിഷമം വരുമ്പോൾ പള്ളിയിൽ കയറി സഖായുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക. അത് വളരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പം 4 തവണ കർമ്മലീത്ത അച്ഛന്മാർ കരിക്കാട്ട് സ്കൂളിൽ തന്നെ ഞങ്ങളെ നടത്തിക്കൊണ്ട് പോകുമായിരുന്നു വിശീത്ത നടത്തുവാൻ. ക്ലാസ് മുമ്പ്, ക്ലാസ് കഴിഞ്ഞ്, ക്ലാസ് തുടങ്ങാൻ നേരം, കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാം. ഇന്ന് അതിനുള്ള അവസരം പോയി. ബലിയർപ്പിക്കുന്നതും ബലി സ്വീകരിക്കുന്നതും വലിയൊരു ഉള്ളിലെ രോഷം വെച്ചുകൊണ്ട്, തടസ്സം വെച്ചുകൊണ്ട് ഇത് നമ്മുടെ ജനങ്ങൾ കാണുന്നു. അവർ നല്ലപോലെ മനസ്സിലാക്കുന്നു. ബൈബിൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് ബലിയർപ്പിച്ചില്ല എങ്കിൽ അത് കർത്താവിന് സ്വീകാര്യമല്ല, അത് മഹാപാപമാണ്. ഇതുവരെ അതിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പ്രിയമെത്താൻ വൈദികരെ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ പരാജയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജനങ്ങൾ വെറുക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ ആഡംബരങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമുക്കുണ്ടാകുന്ന ബലഹീനതകൾ, അതൊക്കെ ദൈവവും ക്ഷമിക്കും, നമ്മുടെ ജനങ്ങളും ക്ഷമിക്കും. എന്നാൽ വിശുദ്ധ കുർബാനയെ തൊട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര നാളായി? അതിന് ബിഷപ്പ് കോൺഫറൻസ് ഉണ്ട്, സിനഡുണ്ട്, മീറ്റിങ്ങൾ എല്ലായിടത്തും ഒന്നിച്ചു കൂടുന്ന നിങ്ങൾക്ക് ഒന്നിച്ചു കൂടി ഒരു ഐക്യത്തിൻ്റെ ഒരു സൊല്യൂഷൻ, ഉത്തരം കണ്ടുപിടിച്ച് ജനങ്ങളെ സമാധാനിപ്പിക്കാൻ കഴിയൂലേ? പ്രിയപ്പെട്ടവരെ, ഏറെ വേദനയോടെയും ഒത്തിരി സ്നേഹത്തോടെയും പറയുന്നു, ഇത് നിങ്ങൾക്ക് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. ജനങ്ങളല്ല പരിഹരിക്കേണ്ടത്. ബലിയർപ്പണം അത് ഒരേ രീതിയിലാക്കാനും, അല്ലെങ്കിൽ വ്യത്യസ്തമാണെങ്കിൽ തന്നെ അതിനെ ചൊല്ലി ശണ്ട കൂടാതെയും ഗ്രൂപ്പുണ്ടാക്കാതെയും പരസ്പരം ക്ഷമിച്ച് കാണട്ടെ. നിങ്ങൾ ആ മാതൃക കൊടുക്കാനിടയാകട്ടെ. ഇതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തു വരുമ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുക, നോക്കൂ, ബിഷപ്പ്മാർ തമ്മിൽ ഐക്യമില്ല, അച്ഛന്മാർ തമ്മിൽ ഐക്യമില്ല, പരസ്പരം ഭിന്നിച്ച് കലഹിക്കുന്നു. അതുകൊണ്ട് എന്തു പറ്റി? ഏറെ അജഗണങ്ങൾ, അതായത് ആടുകൾ, ബലഹീനരായ അവർ സഭ വിട്ടു പോകുന്നു. അവർ കുതപ്പായിരിക്കുന്നു. ഞാൻ പറയും, നിങ്ങൾക്കറിയാമോ എത്രയോ ജനങ്ങൾ ഇന്ന് കുമ്പസാരിക്കാതിരിക്കുന്നുണ്ട്? അവിടെ ഭാര്യമാർ, അപ്പനും അമ്മയൊക്കെ വന്ന് കരയും, എൻ്റെ അച്ഛാ, എൻ്റെ ഭർത്താവ് ഇപ്പോൾ കുമ്പസാരിക്കല്ല, പള്ളിയിൽ പോവുകയില്ല, വല്ലപ്പോഴും ഓൺലൈൻ ഒരു കുർബാന കണ്ട് വീട്ടിലിരിക്കുകയാണ്. എന്തിനീ അച്ഛന്മാരുടെയൊക്കെ പോയി കുമ്പസാരിക്കണം? എന്തിനും ഇവരുടെ കുർബാന കാണണം? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ മക്കൾ 3 പേരും അങ്ങനെ എന്ന് പറയുന്ന കരയുന്ന അമ്മമാർ. പ്രിയപ്പെട്ട, ഇതൊക്കെ അതുപോലെ കൈസ്മാരി നവീകരണത്തിലായിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയൂ. അരമനയിൽ ഇരിക്കുന്നവർക്കോ പള്ളിമേടയിൽ ഇരിക്കുന്നവർക്കോ ഇവരുടെ ആവശ്യങ്ങൾ അറിയുവാനോ മനസ്സിലാക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നില്ല. അവർ വേദനിക്കുകയാണ്. അങ്ങനെ ഏറെ പേർ വിശ്വാസം ത്യജിച്ചു എങ്കിൽ നമ്മൾ ഉത്തരവാദികളാണ്. ഇവിടെയാണ് നമ്മൾ എല്ലാവരോടും ക്ഷമ പറഞ്ഞ് രമ്യതയിലേക്ക് വരേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്വം എന്തെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജനങ്ങളുള്ള കടപ്പാട്. ഇന്ന് ഒരു പട്ടം നൽകൽ ശുശ്രൂഷയെ ഞാൻ പങ്കുകൊണ്ടു. അവിടെ വെച്ച് അഭിമന്യ തോമസ് പാടിയത്ത് കാർമ്മികനായിരുന്നു. നല്ല മനോഹരമായൊരു പ്രസംഗം പറഞ്ഞു. വൈദികർ ആധ്യാത്മിക പാലകർ, ആധ്യാത്മിക ഗുരുക്കൾ ആയിരിക്കണം.
ഭൗമിക കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നവരായിരിക്കരുത്. ആ പിതാവിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് പറഞ്ഞ പ്രസംഗം സിനഡിലോ ബിഷപ്പ് കോൺഫറൻസോ പറഞ്ഞ് നിങ്ങൾ തന്നെ ആദ്യം കാണിച്ചു കൊടുക്കൂ. ഇന്ന് നമ്മുടെ മത്താന്മാരെയും വൈദികരെയും ആധ്യാത്മിക ആചാരന്മാരായിട്ട് ജനങ്ങൾ കാണുന്നില്ല എന്നുള്ളത് അതെ ഒരു സത്യം അല്ലേ? ഇന്ന് കാണുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നു, സാമൂഹിക കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. കാർഡിനൽ റാറ്റ്സിംഗർ, പിന്നീട് പോപ്പ് ബെനഡിക്റ്റ് മാപ്പാപ്പ ആയവൻ പറഞ്ഞതുപോലെ നമ്മുടെ വൈദികരും വൈദിക ശ്രേഷ്ഠന്മാരും വെറും സാമൂഹിക പ്രവർത്തകരായി മാറുന്ന കാലമാണിത്. ഏതാനും പേർ മാത്രം തീഷ്ണതയുള്ള വൈദികരായിരിക്കും. ആ ഏതാനും പേര് നമ്മളെല്ലാം ആയിത്തീരണ്ടേ എന്ന് ചിന്തിക്കൂ. അദ്ദേഹം അത് പ്രവചിച്ചതിന് ഉദ്ദേശം എന്തായിരുന്നു? ഓരോ പ്രവചനത്തിൻ്റെയും ഉദ്ദേശം നമ്മുടെ മാനസാന്തരം, നമ്മുടെ ജീവിത വ്യതിയാനം ആണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. നമ്മൾ നിലകൊള്ളേണ്ടത് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ, ആടുകളെ രക്ഷിക്കുവാൻ. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്നത് പോലെ നമ്മൾ വായിക്കുന്നുണ്ട് 20-ാം അധ്യായം 28 വചനം. അത് അജപാലകരോട് എന്ന് പറഞ്ഞാൽ എല്ലാ മേലധികാരിയോടും പറയുന്നതാണ്. അച്ഛന്മാർ, മെത്രാന്മാർ, എല്ലാവരോടും. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന് സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ഹല്ലേലൂയ. മറക്കരുത്, നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. യേശു രക്തം ചിന്തി നേടിയെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട ജനം, യേശുവിൻ്റെ സ്വന്തം ജനം, രാജകീയ പുരോഹിത ജനം, അവരെ അവരുടെ വിശുദ്ധിയിൽ നന്മയിൽ ഒരുക്കി അജപാലനം ചെയ്യേണ്ടത്. ഇന്നേരെ തിരിച്ചല്ലേ സംഭവിക്കുന്നത്? ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, എന്നെ സഹിതം കുറ്റപ്പെടുത്തുന്നു. ഞാനും ഈ പാപം ഏറ്റെടുക്കുന്നു. കാരണം ഞാനും ഒരു വൈദികൻ ആണ്. എല്ലാ വൈദികരും, എല്ലാ മെത്രാന്മാരും ഒന്നാണ്, യേശുവിൻ്റെ പൗരോഹിത്യം പങ്കുകൊള്ളുന്നു. എങ്കിൽ ഒന്ന് ചേർന്ന് കർത്താവോട് മാപ്പിരുന്ന് ജനങ്ങളോടും മാപ്പിരക്കണം. മാറ്റമല്ല, നിശ്ചയമായിട്ടും മനസ്സ് തിരിയണം. നമ്മൾ ജനങ്ങളോട് പറയും മനസ്സാന്തരപ്പെടുവിൻ. നമ്മൾ മനസ്സാന്തരപ്പെടാതിരിക്കുകയല്ലേ എന്ന് ഒന്ന് ചിന്തിക്കുക. അതുപോലെ ആദ്യത്തെ മാർപ്പാപ്പ ആയ പത്രോശ്ലീഹ എഴുതിയിരിക്കുന്ന 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 5 അധ്യായം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്. നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ധ്യാനിക്കണം, ഈ 2 ഭാഗങ്ങൾ. എന്നിട്ട് നമ്മുടെ കടമ ചെയ്യാനുള്ളത് ചെയ്തേ മതിയാവും. നമുക്കും സ്വർഗത്തിൽ പോകണ്ടേ? ഇങ്ങനെ പോയാൽ ഒരു പക്ഷേ നമ്മുടെ ജനങ്ങൾ ഏറെ വേദനിച്ച് മനസ്സാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കൽ പോകും. നമ്മൾ പോവില്ല. സത്യമാണ്. ഈശോ എന്നോട് ഞാൻ പറയുന്നത്, പ്രിയ വൈദികരെ, ആ പ്രിയമത്താന്മാരെ, നിങ്ങൾ മനസ്സാന്തരപ്പെടുവിൻ. ഈശോ ഓരോ ആരാധനയിലും എന്നോട് പറയുകയാണ്. കാരണം ഞാനൊരു വൈദികരായോണ്ടാണ് പറയുന്നത്, ഞാനും ഒരു പാപിയായോണ്ട് പറയുന്നു. 80 വർഷം പ്രായമുണ്ട് എനിക്ക്. ഞാൻ 80 വയസ്സായി. 52 വർഷം കഴിയുന്നു വൈദികനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്നേഹപൂർവ്വം പറയുകയാണ്. അധികാരപൂർവ്വമല്ല, എനിക്കൊരു അധികാരവുമില്ല, എനിക്ക് മഹിമയൊന്നുമില്ല. എങ്കിലും ഇന്നത്തെ ജനങ്ങൾ നഷ്ടപ്പെടുന്ന കണ്ടുള്ള വേദന അതുകൊണ്ട് പറയുകയാണ്. ഞാൻ ആളുകളെ കരിഭവനിൽ നിന്ന് കാണുമ്പോൾ ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. എൻ്റെ മക്കൾ പള്ളിയിൽ പോകുന്നില്ല, സംസാരിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് പള്ളിയിൽ പൊക്കം നിർത്തി. ഇവരാരും ദീപലി പോകുന്നില്ല.
അത് അവർ പറയുകയാണ്, ബലി ആരംഭിക്കുമ്പോഴേ അനുരജ്ഞിതരായി എന്ന് പറഞ്ഞു പാടും. അനുരജ്ഞത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം ആ വിരോധമാണ് കാണിക്കുന്നത്. ചിലർ മാപ്പാപ്പാടെ പേര് പറയില്ല, അല്ലെങ്കിൽ മെലത്തിഷിൻ്റെ പേര് പറയില്ല പ്രാർത്ഥനയിൽ. അങ്ങനെ വ്യക്തമായി പരസ്യമായി വെറുപ്പ് കാണിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വേദനയോടെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ പങ്കുവെക്കുന്നു. പക്ഷേ ഇനിയും ഇത് വീണ്ടും വീണ്ടും പറയുക ഞാൻ ഈ ലോകത്ത് കാണില്ല. എനിക്ക് പരിശുദ്ധാത്മാ പ്രേരണ തരുന്നത് കൊണ്ട് അതെ ഞാൻ പറയുക. അടുത്ത നാളിൽ എൻ്റെ ഒരു സ്നേഹിതനും വേറെ വചനം പ്രഘോഷിച്ച് നടക്കുന്ന ഒരു ബിഷപ്പ് പറയുന്നതിൻ്റെ അടുക്കൽ ചെല്ലുന്നതിനേക്കാൾ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാൻ പോകാറുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, നമ്മുടെ അച്ഛന്മാരും മത്താന്മാരും മത്തായി എഴുതിയ സുവിശേഷം 23 മനസ്സിരുത്തി ഒന്ന് വായിച്ച് സ്വയം തിരുത്തിയാൽ നമ്മുടെ സഭ രക്ഷപ്പെടും. ഞാനത് പറയുന്നില്ല. ഫരീസ്യരെ, കപടനാട്യക്കാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ആ ശാസനകൾ അത് കർത്താവ് വന്ന് നമുക്കറിയാം, പ്രധാനാചാര്യന്മാർ, പുരോഹിത ശ്രേഷ്ഠന്മാരാണ് പീഡിപ്പിച്ചത്, കുരിശിൽ തറച്ചത്. ഇത് ചരിത്രമാണ്, ബൈബിളാണ്. ഇന്നും അതല്ലേ സംഭവിക്കുന്നത്. ഞാൻ ജനങ്ങളോട് പറയാറുണ്ട്, ക്രൂശിത രൂപമെടുത്ത് ഒന്ന് ധ്യാനിക്കൂ, സക്കാരുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ധ്യാനിക്കൂ, എന്നിട്ട് ഒരു മാറ്റം ആവശ്യമാണ് എന്ന്. നമുക്കാണ് മാറ്റം ആവശ്യം. നമ്മൾ മാറുമ്പോൾ അവരും മാറും. മാതാപിതാക്കൾ തിന്മയിലെങ്കിൽ മക്കൾ തിന്മയിലായിരിക്കും. നമ്മൾ പണ്ടേ പറയും, മാതാപിതാക്കൾ എങ്ങനെയോ അങ്ങനെ മക്കളും. നിങ്ങൾ പലരും ആ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്. യേശു പറയുന്നു, നിങ്ങളാണ് അപ്പന്മാർ, ഫാദർ, അച്ഛാ എന്നാണ് വിളിക്കുന്നത്. മത്താന്മാരെ പിതാവേ എന്ന് വ്യക്തമായി വിളിക്കുന്നു. ഓർക്കണേ, ഇത് നമ്മുടെ മക്കൾ ആണ്. ഈ മക്കൾ നല്ലവരാകണമെങ്കിൽ നമ്മൾ പിതാക്കന്മാർ നന്നായി മതിയാവും. അതെ, ഒത്തിരി സ്നേഹത്തോടെ ഞാൻ പറയുന്നു. ഒരു പേർ ചോദിച്ചേക്കാം, ഇത് പറയാൻ മഞ്ഞാക്കളച്ചൻ ആരാണ്? ഞാനൊരു പാപിയാണ്, സമ്മതിക്കുന്നു. എങ്കിലും ഈശോയോട് നിരന്തരമായി സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു. ഈശോയുമായിട്ട് ആഴമായൊരു ബന്ധം ഞാൻ പുലർത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് വീൽ ചെയറിൽ നിന്ന് ഈ സഹനങ്ങൾ സഹിച്ച് ഇന്നും ലോകമെമ്പാടും ഞാൻ പോകുന്നതിനും കാരണം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്കൊരു മാറ്റം വേണം. നമുക്കറിയാം, ചുറ്റുപാടും ശത്രുക്കൾ, രാഷ്ട്രീയ നേതാക്കളും അത് ഇന്നത്തെ ലൗകികായതയുമെല്ലാം നമ്മളെ ഞെരുക്കി നശിപ്പിക്കണം. ഇവിടെ നമുക്ക് സ്നേഹത്തിൽ ഉണ്ടാകണം. ഞാൻ 1000 തവണയിലും എൻ്റെ വചന ശുശ്രൂഷകളിൽ പറയാറുള്ളത് വീണ്ടും ആവർത്തിക്കുന്നു. നമുക്ക് സ്നേഹിക്കാം, വിട്ടുവീഴ്ച ചെയ്യാം. ഇവിടെ അതെ, ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് ഈ വലിയ വൈരാഗ്യവും പിണക്കും ജനങ്ങളുടെ മുമ്പിൽ. അത് ഒരു ദിവസം 4ഉം 5ഉം വീഡിയോ അല്ലേ ഈ വിശുദ്ധ കുർബാനയെപ്പറ്റി പറഞ്ഞ് എന്തെല്ലാം ഞാൻ പറയുന്നില്ല. പരസ്യമായി വിജാതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവർ പോലും ഇത് കണ്ട് പുച്ഛിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ ശ്രീകോവിൽ ചെന്നാൽ അവിടുത്തെ പുരോഹിതരാൽ ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ നോക്കുന്നത് അവിടെ സന്നിഹിതനായിരിക്കുന്ന ഭഗവാനെയാണ്. ഭഗവാൻ സന്നിധി ചെയ്യുന്ന അമ്പലം, ആ പൂജാമുറി ഒരിക്കലും ഞങ്ങൾ ഒരു തിന്മയും ചെയ്യില്ല. ഇന്ന് അൾത്താരകൾ മറിച്ചിടുന്നു. ഞാൻ പറയുന്നില്ല, പോലീസ് അകമ്പടി എല്ലാ പരിപാടിക്കും. ഇത് ഞാൻ പറയും ഒരു മഹാപാപം എന്ന്. അതെ, നിശ്ചയമായിട്ടും. അതുകൊണ്ടാണ് അതെ ഒരു ഡെസക്രേഷൻ ആണ്, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തൽ, അബ്യൂസാണ്. ഇത് നമ്മുടെ ജനങ്ങൾ അതുകൊണ്ടാണ് പോകാത്തത്. നമുക്കെല്ലാം ഒരു തീരുമാനമെടുത്ത് ഒന്നായിട്ട് ഓരോ ബലി സമയത്തും നമ്മുടെ ഓരോ വചന ശുശ്രൂഷയിലും ജനങ്ങളുടെ തിരികെ മാപ്പി ചോദിക്കാം. അവർ ക്ഷമിക്കും. നമ്മുടെ ജനങ്ങൾ നല്ലതാണ്. നമ്മുടെ ജനങ്ങൾ ഇന്നും നല്ലതാണ്, എന്നും നല്ലതാണ്. ആത്മാവിനെ സ്വീകരിച്ചു, ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഈ മാറി നിൽക്കുന്നവർ കണിശമായിട്ടും തിരിച്ചു വരും, സഭയിലായിരിക്കും.
സഭയെ കുറ്റം പറഞ്ഞിട്ടോ സഭയിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അവർ പള്ളിയിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് ശാസിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടും സാധ്യമല്ല. ഈ അടുത്തൊരാളെ ദുബായിക്ക് പോയൊരു മനുഷ്യൻ, അതാണ്ട് 5 ദിവസത്തേന് പോയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, അവൻ പറയാൻ ദൈവമേ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പള്ളികളിൽ നമ്മുടെ മലയാളികൾ മണിക്കൂറുകൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാനിടയായി. പ്രത്യേകിച്ച് ദുബായിലെ ആ സെൻറ്റ് മേരീസ് ചർച്ചിൽ. അതൊക്കെ ഒരു വലിയ ഇവിടെ പള്ളി പോകാത്തവർ, കുമ്പസാരിക്കാത്തവർ അവിടെ പള്ളിയിൽ തീവ്രമായി പോകുന്നു. ഇതൊക്കെ ചിന്തിക്കണം. നമുക്കൊരു മാറ്റം വേണം. ഈശോ അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇരുമ്പാണിയിൽ തൊഴിക്കുകയാണ് ഇപ്പോൾ. അപ്പസ്തോല പ്രവർത്തനം 26:14. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ, ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് എന്ന് എന്നോടും ഓരോ വൈദികനോടും ഓരോ മെത്രാനോടും പറയുകയാണ്. നമ്മൾ തൊഴിക്കുന്നത് ക്രൂശിതനായ ഈശോയെ ആണ് എന്നോർക്കണമേ. എന്തുകൊണ്ട് നീ എന്നെ പീഡിപ്പിക്കുന്നു എന്ന ആ വചനം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. എങ്കിൽ നാം രക്ഷ പ്രാപിക്കും, നമ്മുടെ ജനങ്ങളും രക്ഷ പ്രാപിക്കും. അവർ നിയമം പാലിക്കും, ദൈവത്തെ സ്നേഹിക്കും, അവർ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കും, നല്ല ഉത്തമ ക്രൈസ്തവരായിത്തീരും. ഇത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ വിമർശിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്. ഇതുപോലെ തുറക്കാനുള്ള അവസരം ഇനിയും ഉണ്ടാകുമോ എനിക്കറിയില്ല. ഇന്നത്തെ പട്ടസ്വീകരണമാണ് ഇപ്പോൾ ഇത് ഇറക്കാനായിട്ട് ധൈര്യം എനിക്ക് തന്നത്. നല്ല മനോഹരമായ പ്രസംഗം അങ്ങേര് ഫാദർ തോമസ് പാടിയത്ത് അന്ന് പട്ടശുശ്രൂഷയിൽ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോടെ. എൻ്റെ ഈശോയെ, എൻ്റെ തിരുസഭയെ ഞാൻ സമർപ്പിക്കണം. പ്രത്യേകിച്ച് കേരള സഭയെ വിവിധ കാരണങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന ഈ സഭയെ ഒന്നിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും സഭകളായി തിരിഞ്ഞുള്ള രോഷം, ഭിന്നത, സഭയ്ക്കുള്ളിൽ തന്നെ റീത്തും, അങ്ങനെ ഇപ്പോൾ ഒരേ റീത്തിൽ തന്നെയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതിയെപ്പറ്റി പറഞ്ഞുള്ള ഭിന്നത ഭീകരമായിരിക്കുന്നു. പരസ്പരം സ്നേഹിക്കുന്ന ഒരു സഭയായി തീരുവാൻ ഇതേ ശ്രമിക്കുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് അജപാലകരായ മേലധികാരികളായ സഭയെ നയിക്കുന്നവരായ എല്ലാവർക്കും സന്മനസ്സുണ്ടാകട്ടെ. ആത്മാവെ, പരിശുദ്ധാത്മാവെ, യഥാർത്ഥ ഒരു മാനസാന്തരം ഞങ്ങളുടെ സഭയ്ക്ക് നൽകണമേ. ഇപ്പോൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സഭ പൂർണ്ണമായി ഇത് ഇല്ലാതായിത്തീരുന്ന ഒരു പ്രതീതിയാണ്. ഈശോയിൽ സംഭവിക്കാൻ പാടില്ല. ഇവിടെ കത്തോലിക്ക തിരുസഭയുടെ ശക്തി ജനങ്ങൾ അറിയണം. ആ മൂല്യങ്ങൾ കൊടുക്കുന്ന, ജീവിതാർത്ഥം കൊടുക്കുന്ന സഭ അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ ക്രിസ്ത്യ വിശ്വാസികളെ അവർ കാണാനിടയാകണം. അതിനെൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ആ തോമാശ്ലീഹ മുറിവിൽ തൊട്ട് പറഞ്ഞതുപോലെ ഓരോ ബലിയിലും സന്നിഹിതനാകുന്ന ഈശോയുടെ മുറിവിൽ തൊട്ട് ഓരോ വൈദികനും മെത്രാനും കുർബാന ചെല്ലുമ്പോൾ പറയാൻ ഇടയാകട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, തെറ്റിപ്പോയി, വഴിതെറ്റിപ്പോയി, ഇതാ ഞങ്ങൾ തിരിച്ചു വരുന്നു, ഞങ്ങളുടെ ജനങ്ങളെയും തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് ഓരോ ദിവ്യകാരുണ്യത്തിലും ഓരോ ബലിയിലും ദിവ്യബലിയിലും പറയുവാനിടയാകട്ടെ. അതിനുള്ള എളിമ കൊടുക്കണമേ, ശ്രേഷ്ഠത കൊടുക്കണമേ, മാന്യത കൊടുക്കണമേ. എല്ലാ കർക്കശ്യങ്ങളും ഞാൻ പിടിച്ച് ശരി, ഞങ്ങളുടേത് ശരി എന്നുള്ള വാശിയും രോഷവും വൈരാഗ്യവും വിട്ടുമാറട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.